അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഈദ് അടിച്ചു പൊളിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഇതിനു മുമ്പേ കുറിച്ചുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആട്ടോ ഈ വ്ളോഗായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നതും അഭിനയിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഒന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതെല്ലാം നിങ്ങളൊന്നും ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ഈ നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈദിന് വേണ്ടിയായിരിക്കും. മെയിൻ കാര്യം നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതല്ലേ. അത് അന്നായാലും ഇപ്പോഴായാലും ഡ്രസ്സ് എടുക്കലായിരുന്നു മെയിൻ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, അന്നെന്ന് പറയുമ്പോൾ നമുക്കുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഫാമിലിക്ക് മൊത്തം സെലക്ട് ചെയ്യേണ്ട അവസ്ഥ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സ് ഇതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്നായിരിക്കും ഞാൻ എടുത്തതെന്നല്ലേ. സത്യം പറഞ്ഞാൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത് എടുക്കുന്ന ആ ധൃതിക്ക് വീഡിയോയിലൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് സെലക്ട് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ അത് മാത്രം ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. എന്നാലും നല്ലൊരു ഡ്രസ്സാട്ടോ എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ഷൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ നോർമൽ ചപ്പലിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടവും കംഫർട്ട് ഈ ഷൂസൊക്കെ കേട്ടോ. നടക്കുമ്പോൾ ഏറ്റവും ബെറ്ററും ഇതാണ്, വീണൊന്നും പോകുന്നു പേടിക്കേണ്ട. ഇനി ഡ്രസ്സിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡിന്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ബിരിയാണി പോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഈദിന്റെ ആവശ്യത്തിന് പറ്റില്ല. കാരണം ഈദിന് നമ്മുടെ നെബേഴ്സിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ എന്തായാലും പറ്റില്ല. ഇനി എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യമൊക്കെ വരുമല്ലോ, അതിനെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഈ പെരുന്നാളെന്ന് പറയുമ്പോൾ മിക്ക വീടുകളിലും മെയിൻ ഫുഡെന്ന് പറയുന്നത് ബിരിയാണി ആയിരിക്കും. പിന്നെ അതിനു വേണ്ടിയുള്ളതും പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ അതും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആട്ടോ ഈ പൊട്ടറ്റോ ബിസ്ക്കറ്റ്. പക്ഷേ ഞാൻ എപ്പോഴും റെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് ഇതുപോലെ കുറേ ഫ്ലേവേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ 2 ഐസ്ക്രീം വാങ്ങിച്ച് ആ പർച്ചേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു കേട്ടോ. ഇനി പെരുന്നാളിന്റെ രാത്രിയിലുള്ള കലാപരിപാടികളാട്ടോ ഈ കാണുന്നത്. തക്ബീർ കേട്ട് ഈദ് കൺഫേം ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇത്തിയുടെ ഇക്കടെ മക്കളൊക്കെ 2-3 മൈലാഞ്ചിയൊക്കെ ആയിട്ട് വരും കേട്ടോ. വലിയ ഹെന്ന ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളുമാരുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് ഹെൽപ്പിംഗ് ഒക്കെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടാട്ടോ കിടക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും സമയം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെങ്കിലുമൊക്കെ തട്ടിത്തൂത്തൊന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മട്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഈദ് ദിവസം രാവിലെ കുളിച്ചു ഡ്രസ്സൊക്കെ മാറ്റി പ്രേയറൊക്കെ കഴിഞ്ഞു. ഇതുപോലെ ഞാൻ മാത്രം ഒരുങ്ങിയ പോലെ 2 പേരെയും കൂടെ ഒരുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 2 പേരെയും ഒരുക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൈലാഞ്ചി ഇട്ട കുട്ടീസൊക്കെ വന്നിട്ട് അവരുടെ മൈലാഞ്ചിയൊക്കെ ഇതുപോലെ ചുമന്നൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് കിച്ചണിലെ പരിപാടികളാണ്. ഹെൽപ്പിങ്, കുക്കിങ്, കട്ടിങ്, അതൊക്കെ ആട്ടോ ഇനിയുള്ള പരിപാടികൾ. വലിയ സംഭവങ്ങളൊന്നുമില്ല. എല്ലാ പെരുന്നാളിലും എന്തായാലും ഒരു ബിരിയാണി ഉണ്ടാക്കും. സോ അതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട് സലാഡ്, പിന്നെ എൻ്റെ വക ഒരു ഇറച്ചിക്കേക്ക്. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ പരിപാടിയായിട്ട്. ഇനി ബിരിയാണിക്ക് സൈഡായിട്ട് നമ്മുടെ സലാഡ്, അച്ചാർ, പപ്പടം അങ്ങനെയെല്ലാം നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുത്തിട്ടാട്ടോ നമ്മൾ കഴിക്കാനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോകാനുള്ള പ്ലാനിലാട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാട്ടോ നിൽക്കുന്നത്. അപ്പം പെരുന്നാളൊക്കെ ആയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറുള്ള യാത്രയുള്ളൂ കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ഇതോട്ട് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മക്കളാട്ടോ. അവരുമായിട്ട് ഇതുപോലൊക്കെ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ആളെന്ന് വെച്ചാൽ വീട് മാറിയതിൻ്റെ കരച്ചിലാട്ടോ ഈ കാണുന്നത്. ചെന്ന ടൈം മുതൽ വൈകിട്ട് വീട്ടിൽ വരുന്നിടം വരെ ഈ കരച്ചിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കരച്ചിലൊന്ന് മാറ്റാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതും. അങ്ങനെ നടന്ന് റോഡിലെത്തിയപ്പം അതുവഴി ഒരു ഉത്സവം വരുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആ പരിപാടിയൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങളെല്ലാം കൂടി ഇതുപോലെ ബീച്ചിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന്റെ തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബീച്ച് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഇതുകൊണ്ട് ബീച്ചിന്റെ സൈഡിൽ ടോയ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ജസ്റ്റ് ടോയ്സ് ഒക്കെ നോക്കാൻ കയറിയതാണ്. ഇതാ ഇരിക്കുന്നടാ ഒരു പാക്കറ്റ് ക്ലേ. പിന്നൊന്നും നോക്കിയില്ല, ആ ഒരു ക്ലേ അങ്ങോട്ട് വാങ്ങി. അങ്ങനെ കുതിരയൊക്കെ കണ്ടിട്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇതോട്ട് കോളിഫ്ലവറിൻ്റെ ഒരു ബജ്ജി ഉണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തിയെന്ന് മാത്രം പറയാം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.